ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കണ്ടത്തിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഓസ്കാറിനെ മേടിക്കുന്ന വീഡിയോയും അതുപോലെ അതിനെക്കൊണ്ട് നമ്മുടെ അക്വേറിയത്തിൽ കണ്ണഞ്ചാട്ട കൂടുതലിടുന്ന വീഡിയോയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചു, ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് സുഖമാണോ, അതുപോലെ തന്നെ അവർ തമ്മിൽ സെറ്റായോ അതോ അടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. സംഭവം ഇച്ചിരി സീനാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചു നമ്മൾ ഈ മീനിന് എന്താണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ലൈവ് ഫുഡാണ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നത്. കാരണം കണ്ണഞ്ചാളയും അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാറും ലൈവ് ഫുഡ് ഒത്തിരി തിന്നുന്ന മീനുകളാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു മീനുകളെയും അതുപോലത്തെ എന്തെങ്കിലും പ്രാണികളെയൊക്കെയാണ് സാധാരണയായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും കാണിച്ചു തരാം. അതുപോലെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും രണ്ടുപേരുടെയും അവസ്ഥയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓസ്കാറിനുള്ള മീനെ പിടിക്കാം കേട്ടോ. എന്നാ മീനെ പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ സാധാരണ ഇതിനെയാണ് പിടിച്ച് കൊടുക്കുന്നത്. ഓസ്കാറിനും അതെ നമ്മുടെ കണ്ണഞ്ചാളയ്ക്ക് നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ ഈ മീനിനെയാണ്. നമ്മൾ ചെറിയൊരു കുളത്താണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ഇച്ചിരി മണ്ണിര ഇതുണ്ട്, ഒരറ്റത്ത് മാത്രം വെക്കുക. നിങ്ങൾക്ക് ആ മീനിനെ കാണാൻ പറ്റുന്ന അറിയത്തില്ല, അതവിടെ നിൽപ്പുണ്ട്. ഇത് ജസ്റ്റ് എടുത്ത് വെള്ളത്തിലേക്ക് മുട്ടിക്കുക. ഒന്ന് എടുത്തിട്ടുണ്ട്, തീറ്റ എടുത്തിട്ടുണ്ട്, പൊക്കിയെടുക്കുക. ഉഫ്, ഉണ്ടോ? ദേ ഇതാണ് മീൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓസ്കാറിനും കണ്ണഞ്ചാളയ്ക്കും തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഞാനിന്ന് വെള്ളം എടുക്കാൻ കുപ്പി എടുക്കാൻ മറന്നുപോയി ഇതിന് ഇടാനായിട്ട്. സാറി ഇത് നിറച്ച് വെള്ളമുണ്ട്, ഞാൻ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമാണ്. അപ്പോൾ അത് കുടിച്ച് തീർത്തു ഉണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ടെണ്ണം പിടിക്കാം. നമുക്ക് ഒരെണ്ണത്തിനാണ് കിട്ടിയിരിക്കുകയാണ്. ഇതുണ്ട്, ഇത് മെയിലാണ് കേട്ടോ, ഇത് മെയിൽ ഫിഷാണ് ഉണ്ടോ. ഇപ്പോൾ രണ്ട്, നമുക്കൊരു 4-5 എണ്ണമെങ്കിലും വേണം, എന്നാലേ ഉള്ളവന്മാർക്ക് എന്തെങ്കിലും ആകത്തുള്ളൂ. ഇത് ഡാമേജ് ആക്കി എടുക്കാം. ഇത് നമ്മുടെ കുപ്പിക്കകത്തോടിടാം. ഓപ്സ്, 2 എണ്ണം. ഉണ്ടല്ലോ, ഒരെണ്ണം കിട്ടി. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയതിൻ്റെ വീഡിയോ ഇല്ല. നമുക്ക് 4 എണ്ണം കിട്ടി. ഒരു 4-5 എണ്ണത്തിനെ പിടിച്ചാൽ മതിയായിരിക്കും. ഇവിടെ ഒരു 2-3 എണ്ണം നിൽപ്പുണ്ട്. അത് ഒച്ച വെക്കാതെ ഇല്ലാണെങ്കിൽ നമുക്ക് അമ്മ പിടിക്കാം. വേണ്ടതേക്കും പിടിച്ചിട്ടുണ്ട്. അടുത്തൊരു ചെറുത് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിത് എത്ര 4-മത്തെയാണെന്ന് തോന്നുന്നു കേട്ടോ. 4-5-മത്തെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂഞ്ഞാൻ, അതായത് ഞങ്ങളുടെ നാട്ടിൽ പൂഞ്ഞാൻ നെറ്റിയപ്പൊട്ടൻ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഇതിനെ ഇട്ടുകൊണ്ട് നമ്മൾ ശരിക്കും വരാൽ ചേർമീനൊക്കെ ഇഷ്ടംപോലെ പിടിക്കുമായിരുന്നു. വരാലിനും ചേർമീനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീറ്റയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റിയപ്പൊട്ടൻ. തീറ്റ താക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ മുട്ടിച്ചാൽ മതി. നമ്മൾ എടുത്ത് നോക്കുള്ളൂ. ഇതുണ്ടോ, അടുത്ത് തന്നെ കിട്ടിയിരിക്കുകയാണ്. അതല്ല 5-6 എണ്ണമായി, 2-3 എണ്ണം പിടിക്കാം. അടുത്ത കിട്ടി 6-7. ഒരു ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയേക്കാം. ഓസ്കാർ അധികം ഒന്നും തിന്നാൻ വഴിയില്ല. നമ്മളെ കണ്ണഞ്ചാള ഇതൊരു ചിലപ്പോൾ ഒരു 6 എണ്ണം ഉണ്ടെങ്കിലും ഈസി ആയിട്ട് തിന്നും. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ ബൈക്കിനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണഞ്ചാളയ്ക്കും അതുപോലെ തന്നെ ഓസ്കാറിനും മാറി മാറി കൊടുക്കാം. ആരാണ് കൂടുതൽ തിന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണഞ്ചാള തിന്നാനാണ് ചാൻസ്. കാരണം പുള്ളി കുറച്ചും കൂടെ വലുതല്ലേ, അപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ വിശപ്പ് കൂടുതൽ കാണും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ.
ബക്കറ്റിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ചുറ്റും വന്ന് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവനായിട്ട് നമ്മുടെ കണ്ണൻചാളയുടെ ഓസ്കാറിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പം നമുക്കിപ്പോൾ കയറി നോക്കാം കേട്ടോ. അടിപൊളി. നോക്കി, ആൾക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വിശന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ചില്ലിനകത്ത് കണ്ടോ കറക്റ്റ് ബുദ്ധിക്ക് അറിയാം ഞാൻ തീറ്റ കൊടുക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ നിൽക്കുവാണ്. നിങ്ങളെല്ലാവരും നോക്കി നമ്മുടെ കണ്ണൻചാള എന്ത് ചെയ്യും? ആരും ഉണ്ട് ഒന്നും പറയരുത്. കണ്ണൻചാള നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റിയിട്ടിരിക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം അവനെ കൊണ്ട് ഓസ്കാറിനെ കൊണ്ട് ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റായിരുന്നു. അപ്പം കണ്ണൻചാളനെ നമ്മൾ പഴയ പുള്ളിയുടെ ചെരുവത്തിലോട്ട് ഒരു 2 ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്ക് ആ അക്വേറിയം പുള്ളിയുടെ ഒരു ടെറിട്ടറി ഞാൻ തോന്നി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ ഏത് മീൻ വന്നു കഴിഞ്ഞാലും ഇവൻ അതിനെല്ലാം അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ടെറിട്ടറി ഫീലിംഗ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണൻചാളനെ 2-3 ദിവസത്തേക്ക് മാറ്റിയിട്ടേക്കുന്നത്. പുള്ളി ഒരു എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചെടുത്ത് അക്വേറിയത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫീഡ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഈ പിടിക്കാം. അതിനകത്തിനെ ഉണ്ടല്ലോ, അതിനെ പിടിച്ചു ഇടുവാണേ. വേണ്ട, ഓ കണ്ണൻചാള ഒട്ടും മോശമല്ല. നമ്മുടെ ഓസ്കാർ ഒട്ടും മോശമല്ല. ഓസ്കാർ നല്ലൊരു പ്രൊഡേറ്ററാണ്. ആ കിട്ടി പിടിച്ചു കേട്ടോ. നോക്കിയേ, അതിൻ്റെ വാലാണ് ആയിരിക്കുന്നത് കണ്ടോ. ഓസ്കാർ ഒട്ടും മോശമല്ല കണ്ടോ. പുള്ളി വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഓസ്കാറിന് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളതായിരിക്കും കേട്ടോ. ഞാൻ ഒരു ചെമ്പല്ലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആറ്റുചെമ്പല്ലിയില്ലേ, നമ്മുടെ ഒരു ആറ്റുചെമ്പല്ലിനെ ഞാനിത് കൊണ്ടിട്ടിട്ടുണ്ട്. നല്ല രസമില്ല കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു കാരീനെ കൊണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് വലയിൽ വീശി കിട്ടിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ടിട്ടുണ്ട്. എന്നാ പറയാ, ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഷോക്കായി പോയി. കുഴപ്പമില്ല, ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. ഓസ്കാർ എന്താണെങ്കിലും അതിനെ തിന്നാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇത് കണ്ടോ, വായിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇച്ചിരി സമയം എടുക്കും അതിനെ കഴിക്കാനായിട്ട്. ചെമ്പല്ലിക്കുള്ള അതിന് നമുക്ക് നമ്മുടെ കണ്ണൻചാളയും കൊണ്ട് കൊടുക്കാം. രണ്ടെണ്ണത്തിന് കണ്ണൻചാള തിന്നോന്ന് നോക്കാമല്ലോ. അപ്പം അതിന് മുമ്പ് നമുക്ക് വേണ്ടി എടുത്ത് മാറ്റാം. കണ്ടല്ലോ, ഇടുവാണേ. എന്നിട്ട് അത്യാവശ്യം വലുത് തുറന്നിട്ട് പിടിച്ചു. നോക്കണേ, വളയുന്നുണ്ട്. വളഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെട്ടിയെന്നാണ്. ആഹാ കണ്ടോ, തീർത്ത് സിമ്പിളായിട്ടേ. അടുത്തിനിടാവേ. തീർത്ത് കേട്ടോ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പുള്ളി ഒന്ന് കഴിച്ചിട്ട് പോകും. കണ്ണൻചാള എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കാവേ. കേട്ടോ, അവിടെ തന്നെ കൊടുക്കാം. ആ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയിട്ടവൻ. നമുക്കതിനെ മൂടി വെക്കാം. ആരും വിഷമിക്കേണ്ട, നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും കണ്ണൻചാളനെ തിരിച്ച് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇടുന്നതാണ്. ഓസ്കാറിൻ്റെ കാര്യം എന്തായാലും നോക്കാം. ഓസ്കാർ മറ്റവനെ വിഴുങ്ങിയോന്ന് അറിയാലോ. ഓസ്കാർ വിഴുങ്ങിയിട്ടില്ല. എന്താ വായിലിരിപ്പുണ്ട് കേട്ടോ. ഇത്തിരി സമയം എടുക്കും. ഇത്ര വലിയ മീനായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇതുണ്ട് നമ്മുടെ
ചെമ്പല്ലിക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വിരയുണ്ട്, വിരയുണ്ട്. ചെമ്പല്ലി വൈകിട്ട് എടുത്തു ഉണ്ടല്ലോ. നമ്മൾ ഒരെണ്ണത്തിന് എന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഓസ്കാർ വേണ്ടപ്പോൾ തിന്നോളും. ആക്ച്വലി നമുക്ക് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം, കാരണം ഇവര് സർവൈവ് ചെയ്യും. അപ്പം നമ്മുടെ ഓസ്കാറിൻ്റെ വയറെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അവൻ ബാക്കി മീനിനെ ഒന്നും കഴിക്കുന്നില്ല. പുള്ളി ജസ്റ്റ് അടുത്ത് പോയി നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തൊക്കെ പോയി നോക്കുന്നേ ഉള്ളൂ, ഓടിച്ചൊക്കെ വിടുന്നേ ഉള്ളൂ. കഴിക്കുന്നില്ല, ജസ്റ്റ് വയറ് നിറഞ്ഞു കുട്ടിയുടെ. കാരണം അവൻ ആ ഒരെണ്ണത്തിനെ പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ ചെമ്പല്ലിക്ക് ഇട്ട് കൊടുത്ത് 2 വിരയും കൂടെ കഴിച്ചായിരുന്നു. അപ്പോൾ ചെമ്പല്ലിയും തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് അതിനെ ചൂണ്ടായി കിട്ടിയതാണ്, ഞാൻ അതിനെ ഇവിടെ കൊണ്ട് ഇട്ടതാണ്. പക്ഷേ നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്, അങ്ങനെ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഈ ലൈവ് ഫീഡിങ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. പക്ഷേ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞങ്ങൾ ചൂണ്ടയിടുന്ന സമയത്ത് ലൈവ് ബെയ്റ്റ്, മീനുകളെ പിടിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള തീറ്റയാണ് ലൈവ് ബെയ്റ്റ്. അതായത് ലൈവ് ചെമ്മീൻ, അതുപോലെ പൂഞ്ഞാൻ, ലൈവ് പരല്, പള്ളത്തി, പിന്നെ കടലാണെങ്കിൽ കണമ്പ്, അപ്പം മുള്ളറ്റ്. അപ്പോൾ ഇതിനായി നമ്മൾ ലൈവായിട്ട് കോർത്തിട്ട് മീൻ പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എനിക്കറിയത്തില്ല, ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതിയാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വെള്ളിയാഴ്ച ഒരു വീഡിയോ വരുന്നുണ്ട്, 100 പേർക്കുള്ളൊരു ഗീവ് അവേ. അതിനെക്കുറിച്ച് നമുക്കൊരു സ്പോൺസർ 100 പേർക്ക് ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം വെള്ളിയാഴ്ചത്തെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗീവ് അവേ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്.